pasó, amigo? ¿Qué onda, carajo? ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്രാവുകളുടെ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയാണ്. സ്രാവുകളുടെ അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങൾക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അതിനെക്കുറിച്ചൊന്ന് കമന്റ് ചെയ്തേക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഡീപ് ബ്ലൂ സീ. ഇന്നത്തെ കാലത്ത് ഷാർക്കിനെ കുറിച്ചുള്ള സിനിമകളെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ദ മെഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ 90s കിഡ്സിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡീപ് ബ്ലൂ സീനെ കുറിച്ചിട്ടായിരിക്കും അവർ പറയുക. ആ കാലത്തുള്ള എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മൂവിയാണത്. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സമയം രാത്രിയാണ്. ഒരു കൂട്ടം ആളുകൾ ഉൾക്കടലിൽ ഒരു പാർട്ടി എൻജോയ് ചെയ്യാണ്. ഒരു ചെറിയ ബോട്ടിലാണ് അവർ പാർട്ടി നടത്തുന്നത്. അങ്ങനെ ആ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു സ്രാവ് വന്ന് ആ ചെറിയ ബോട്ടിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആ അറ്റാക്കിൽ ആ ബോട്ട് മൊത്തം തകർന്നു പോകുന്നുണ്ട്. മാത്രമല്ല അതിലുള്ള ആളുകളെല്ലാം വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആ ആളുകളാണെങ്കിൽ പേടിച്ച് ആ ബോട്ടിലേക്ക് തന്നെ തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്രാവ് അവരെ തിന്നാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരുന്നു. പക്ഷെ അത് അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾ ഒരു ബോട്ടിൽ അങ്ങോട്ട് വന്ന് അതിനെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ സ്രാവ് മയങ്ങി ചെയ്യുന്നു. ഈ ഷൂട്ട് ചെയ്ത വ്യക്തിയുടെ പേരാണ് കാർട്ടർ. ഇവൻ ആരാണ് എന്നുള്ള കാര്യം ഞാൻ വഴിയെ പറയാം. അങ്ങനെ പിറ്റേ ദിവസമായി ഡോക്ടർ സൂസൻ ഇപ്പോൾ അവൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവായ ഫ്രാങ്ക്ലിൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഡോക്ടർ സൂസനും കൂട്ടരും കടലിന്റെ നടുവിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാബിൽ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. അവർ പരീക്ഷണം നടത്തുന്നത് സ്രാവുകളിലാണ്. ആ പരീക്ഷണത്തിന് വേണ്ടി പിടിച്ചുവെച്ച സ്രാവുകളിൽ ഒരെണ്ണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ആ ആളുകളെ അറ്റാക്ക് ചെയ്തത്. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന കാർട്ടറാണ് ആ സ്രാവിനെ ബോധം കെടുത്തി തിരിച്ച് അവരുടെ ലാബിലേക്ക് തന്നെ കൊണ്ടുപോയത്. ആ അറ്റാക്കിനെ കുറിച്ച് പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഫ്രാങ്ക്ലിൻ സൂസൻ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അയാൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. ആ സ്രാവ് അവിടുന്ന് എസ്കേപ്പ് ആവാൻ കാരണം നമ്മുടെ ഫെസിലിറ്റിയുടെ പോരായ്മയാണ്. അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ പരീക്ഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ അതൊന്നും ഇനി നടക്കത്തില്ല സൂസൻ. നിങ്ങൾക്ക് ഒരുപാട് സമയം ഞങ്ങൾ തന്നു. ഇതുവരെയായിട്ടും നിങ്ങൾ ആ പരീക്ഷണം പൂർത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല നിങ്ങളുടെ പരീക്ഷണം കാരണം ഇതുപോലത്തെ കുറെ അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിച്ചോ എന്നാണ് ഫ്രാങ്ക്ലിൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നോക്ക് സാർ, ഞങ്ങൾ അവിടെ നടത്തുന്നത് മറവി രോഗത്തിനുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പരീക്ഷണം ഏതാണ്ട് വിജയത്തിലെത്തിയിട്ടുണ്ട്. 48 മണിക്കൂർ കൂടെ മാത്രം ഞങ്ങൾക്ക് സമയം തന്നാൽ മതി. അതിനുള്ളിൽ എല്ലാം ഞങ്ങൾ പൂർത്തിയാക്കിക്കോളാം എന്നാണ് അവൾ മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഫെസിലിറ്റി എനിക്കൊന്ന് കാണണം, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ സൂസന്റെ കൂടെ അവരുടെ ലാബിലേക്ക് യാത്രയാവുന്നു. അക്വാട്ടിക്ക എന്നാണ് അവരുടെ ആ ഫെസിലിറ്റിയുടെ പേര്. ഉൾക്കടലിലാണ് ആ ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിമാനത്തിലാണ് അവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ വിമാനം അവിടെ ലാൻഡ് ചെയ്യുന്നു. അവിടെ എത്തിയ ഉടനെ തന്നെ സൂസൻ ബാക്കിയുള്ളവരോട് അയാൾ ആ ലാബ് മൊത്തം നടന്ന് കാണിക്കാൻ പറയുന്നു. അങ്ങനെ അവിടുത്തെ ബയോളജിസ്റ്റിന്റെ കൂടെ അയാൾ അവിടെ മുഴുവൻ ചുറ്റി കാണാൻ തുടങ്ങി. അയാൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാർട്ടർ ഒരു ടൈഗർ ഷാർക്കിന്റെ പുറത്തു കയറി പോകുന്ന അയാൾ കാണുന്നുണ്ട്. വളരെ അത്ഭുതത്തോടെയാണ് അയാൾ അതൊക്കെ നോക്കി കാണുന്നത്. ഈ കാർട്ടറിന്റെ ജോലി എന്ന് പറയുന്നത് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ഷാർക്കിനെയൊക്കെ നോക്കുക എന്നുള്ളതാണ്. ജനിതക മാറ്റം വരുത്തിയ 3 ഭീകരൻ സ്രാവുകളാണ് അവിടെ ഉള്ളത്. അവറ്റകളുടെ തീറ്റയാണ് ഈ ടൈഗർ ഷാർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ജാനീസിന്റെ കൂടെ അയാൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി പോകുന്നു. 3 സെക്ഷനായിട്ടാണ് ആ ലാബ് തിരിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഭാഗം അവർ താമസിക്കുന്ന സ്ഥലമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവരുടെ ലാബാണ്. മൂന്നാമത്തെ ഭാഗത്താണ് എഞ്ചിനീയറിംഗ് വർക്കുകളൊക്കെ നടക്കുന്നത്. അതൊക്കെ ജെനീസ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. കാർട്ടർ ഇപ്പോൾ ആ 3 സ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആ ടൈഗർ ഷാർക്കിനെയാണ് അവറ്റകൾക്ക് തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. അതിനെ അവറ്റകളുടെ കൂട്ടിലേക്ക് ഇട്ട ഉടനെ തന്നെ പെട്ടെന്ന് ആ 3 ഷാർക്കുകൾ അങ്ങോട്ട് വന്ന് ആ ടൈഗർ ഷാർക്കിനെ പിടിച്ച് തിന്നു കളയുന്നു. അങ്ങനെ സമയം രാത്രിയായി. ഇന്നത്തെ ദിവസം ഡോക്ടർ സൂസന്റെ ബർത്ത്ഡേ ആണ്. വളരെ അടിപൊളിയായിട്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആഘോഷമൊക്കെ കഴിയുമ്പോൾ സൂസൻ വേഗം കാർട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. ആ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പരീക്ഷണം കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു സ്രാവിനെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാ. അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് പരീക്ഷണമാണ് നടത്തുന്നത് എന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അവൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ അത് വേണ്ട സൂസൻ, ഇപ്പോൾ ആ സ്രാവുകൾ ശരിക്കും ഡേഞ്ചറസ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അതൊന്നും വേണ്ട എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല, അയാൾക്ക് അത് ഉടനെ തന്നെ കാണണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സൂസന്റെ കൂടെ ഫ്രാങ്ക്ലിനും കൂട്ടരും ആ പരീക്ഷണം കാണാൻ വേണ്ടി അവളുടെ ലാബിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കാർട്ടർ ആണെങ്കിൽ ഒരു സ്രാവിനെ പിടിക്കാൻ വേണ്ടി താഴത്തേക്ക് ചെല്ലുന്നു. അവനെ കാണുമ്പോൾ തന്നെ ആ സ്രാവുകളെല്ലാം അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ നൈസായിട്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അവൻ വേഗം തന്നെ ഒരു ഷാർക്കിനെ ഷൂട്ട്
ചെയ്ത് ബോധം കെടുത്തുന്നു. അതിനുശേഷം ഹൈഡ്രോളിക് വെച്ച് അതിനെ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ആ ഷാർക്ക് ഇപ്പോൾ മുകളിൽ അവരുടെ ലാബിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഷാർക്കിനെ പരീക്ഷണത്തിന് സെറ്റ് ചെയ്തതിനു ശേഷം സൂസൻ വേഗം വന്ന് അതിന്റെ തലയിൽ നിന്നും ആ പ്രോട്ടീൻ ഒരു സിറിഞ്ചിലേക്ക് എടുക്കുന്നു. അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാണ് ഫ്രാങ്ക്ലിൻ. അങ്ങനെ ആ പ്രോട്ടീൻ എല്ലാം അവൾ വേഗം ഒരു കുപ്പിയിലാക്കി അത് ഈ അൾഷിമേഴ്സ് ബാധിച്ച ഒരു മനുഷ്യന്റെ ബ്രെയിൻ സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ബ്രെയിൻ സെല്ലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് അവളുടെ ആ പരീക്ഷണം വളരെ സക്സസ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ നിൽക്കാണ് ഫ്രാങ്ക്ലിൻ. ഈ സമയം മറ്റേ ഡോക്ടറായ ജിം ആണെങ്കിൽ ആ സ്രാവിന്റെ അടുത്ത് നിൽക്കാണ്. പെട്ടെന്ന് ആ സ്രാവ് അയാളുടെ കയ്യിൽ കയറി കടിക്കുന്നു. ആ ഒറ്റ കടിയിൽ തന്നെ അയാളുടെ കൈയേറ്റ് ആ സ്രാവിന്റെ വായ്ക്കുള്ളിലേക്ക് പോകുന്നു. അയാളാണെങ്കിൽ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്രാവിന് ബോധം വന്നെന്ന് കാണുമ്പോൾ കാർട്ടർ വേഗം ഓടിച്ചെന്ന് ഒരു തോക്ക് കയ്യിലെടുക്കുന്നു. കാർട്ടർ ഉറപ്പായിട്ട് ആ ഷാർക്കിനെ ഷൂട്ട് ചെയ്യും എന്ന് സൂസന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ അവൾ വേഗം ചെന്ന് ആ ഹൈഡ്രോളിക്കിന്റെ ബട്ടണിൽ വിരലമർത്തുന്നു. അതോടൊപ്പം തന്നെ ആ സ്രാവ് താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കാർട്ടർ. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ജിമ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അവരൊരു ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ആ ലാബിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല ഇടിയും മഴയും പെയ്യുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഹെലികോപ്റ്റർ ആ ലാബിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ജിമ്മിനെയും കൂട്ടി ആ ലാബിന്റെ ഏറ്റവും മുകളിലേക്ക് ചെല്ലുന്നു. അവർ നോക്കുമ്പോൾ നല്ല ഇടിയും മഴയാണ്. മാത്രമല്ല കടലിൽ ശരിക്കും ഇളകി മറിയുന്നുണ്ട്. എങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അവർ വേഗം ജിമ്മിനെയും കൊണ്ട് അതിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ആ ഹെലികോപ്റ്ററും ലാബിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അവർ വേഗം റോപ്പ് താഴേക്ക് ഇടാൻ തുടങ്ങി. അങ്ങനെ ആ റോപ്പ് താഴേക്ക് എത്തുമ്പോൾ അവരെല്ലാവരും ചേർന്ന് ജിമ്മിനെ കിടത്തിയിരിക്കുന്ന സ്ട്രെച്ചറുമായിട്ട് ആ റോപ്പ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഹെലികോപ്റ്ററിലെ ആളുകളെല്ലാം ആ സ്ട്രെച്ചർ മുകളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ജിമ്മ് മുകളിലേക്ക് പോകുമ്പോൾ കാർട്ടറും കൂട്ടരും വേഗം തന്നെ ലാബിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. പക്ഷെ ആ ഹെലികോപ്റ്ററിലുള്ളവർക്ക് ജിമ്മിനെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. ആ റോപ്പ് ആണെങ്കിൽ അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവർ എത്ര ശ്രമിച്ചിട്ടും ആ റോപ്പ് മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറെ ശ്രമിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ആ റോപ്പ് ലൂസായി ജിമ്മ് നേരെ താഴെ കടലിലേക്ക് വീണു പോകുന്നു. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് എല്ലാവരും. പെട്ടെന്നാണ് ആ സ്രാവ് വന്ന് വീണ്ടും ജിമ്മിനെ പിടിക്കുന്നത്. അത് വളരെ വേഗത്തിൽ ജിമ്മിനെയും വലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഹെലികോപ്റ്ററിന്റെ കൺട്രോളും പോകുന്നുണ്ട്. അങ്ങനെ നിയന്ത്രണമെല്ലാം നഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ പെട്ടെന്ന് ആ ലാബിൽ ചെന്നിടിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയോടെ ആ ഹെലികോപ്റ്റർ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നു. ആ പൊട്ടിത്തെറിയിൽപ്പെട്ട് ആ ലാബിന്റെ മുകൾ ഭാഗവും മൊത്തം നശിച്ചു പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ലാബിന്റെ താഴത്തെ നിലയിലാണ് ബാക്കി എല്ലാവരും. അവർ പുറത്തേക്ക് വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കമ്പ്യൂട്ടർ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരെല്ലാവരും ഒരു കാഴ്ച കാണുന്നത്. ജിമ്മിന്റെ ശരീരം അവരുടെ മുന്നിലെ സ്ക്രീനിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്രാവ് ജിമ്മിന് ഇതുവരെയായിട്ട് തിന്നിട്ടില്ല. അയാൾ കിടക്കുന്ന സ്ട്രെച്ചർ ആ സ്രാവിന്റെ വായിൽ ഉടക്കി നിൽക്കാണ്. ആ സ്രാവ് ആണെങ്കിൽ വളരെ വേഗം അയാളെയും കൊണ്ട് അവരുടെ മുന്നിലെ ചില്ലിൽ ചെന്നിടിക്കുന്നു. അതിനുശേഷം അയാൾ അവിടെ വിട്ട് ആ സ്രാവ് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ആ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കാണ് എല്ലാവരും. പെട്ടെന്ന് ആ ചില്ലിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് ഉടനെ പൊട്ടും എന്നെല്ലാവർക്കും മനസ്സിലായി. അവരാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ചില്ലെല്ലാം പൊട്ടി അതിനകത്തേക്ക് മുഴുവൻ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോഴേക്കും അവരെല്ലാവരും അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞിരുന്നു. ആ വെള്ളമാണെങ്കിൽ അതിനകത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവർ മറ്റൊരു റൂമിന്റെ അകത്തേക്ക് കയറി വേഗം തന്നെ വാതിൽ ക്ലോസ് ചെയ്യുന്നു. ഇതേ സമയം അവരുടെ ആ ലാബിലെ ഷെഫായ പ്രീച്ചർ അവന്റെ വളർത്തു തത്തയും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവന് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ മുകളിൽ നിന്നും വെള്ളം വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് കേട്ട ഉടനെ തന്നെ അവന്റെ തത്ത അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് ശക്തിയായിട്ട് വെള്ളം അങ്ങോട്ട് എരച്ചു വരാൻ തുടങ്ങി. പ്രീച്ചറിനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ആ വെള്ളം അവനെ ഒഴുക്കിക്കൊണ്ട് പോകുന്നു. ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. ഇതേ സമയം മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് ബാക്കി എല്ലാവരും. പെട്ടെന്ന് വീണ്ടും വെള്ളം അവിടേക്ക് എരച്ചു കയറാൻ തുടങ്ങി. അത് കാണുന്നവർ വേഗം തന്നെ മറ്റൊരു ഡോർ തുറന്ന് അതിനകത്തേക്ക് കയറുന്നു. അങ്ങനെ അവർ തൽക്കാലം സേഫ് ആയിട്ടുണ്ട്. ഈ സമയം ഫ്രാങ്ക്ലിൻ സംസാരിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഒരു സ്രാവ് ഇത്രയും അപകടകാരിയാവുന്നത്? മാത്രമല്ല അത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സ്രാവിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കാർട്ടറിന് അതിനെക്കുറിച്ച് ഒരു ഉത്തരവും പറയാനില്ലായിരുന്നു. അത് കാണുമ്പോൾ അയാൾ വേഗം സൂസന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം നിങ്ങൾ എന്താണ് ഒറ്റകളിൽ ചെയ്തതെന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അൽഷിമേഴ്സിന് വേണ്ടി മരുന്നുണ്ടാക്കാൻ വേണ്ടി ഈ സ്രാവുകളുടെ തലച്ചോറിന് നമ്മൾ വിചാരിച്ചത്ര വലുപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ജിമ്മും ചേർന്ന് ഇവറ്റകളുടെ ബ്രെയിനിൽ ജനറ്റിക്കലി ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിരുന്നു. അതിന്റെ സൈഡ് എഫക്ട് കാരണമാണ് അവറ്റകൾ ഇത്രയും ആക്രമണകാരിയായത് എന്നൊക്കെയാണ് സൂസൻ പറയുന്നത്. അത് കേട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കാണ് ഫ്രാങ്ക്ലിൻ. ബാക്കിയുള്ളവർക്കാണെങ്കിൽ അവളെ രണ്ട് തെറി പറയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കാരണം അവൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും അവരോട് ആരോടും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഈ സമയം തന്നെ പ്രീച്ചർ ആണെങ്കിൽ ആ വെള്ളത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഷാർക്ക് അവന്റെ പുറകിൽ വരാൻ തുടങ്ങി. അത് കാണുന്നവൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോകുന്നു. അതിനുശേഷം അവിടെയുള്ള ഒരു ഷെൽഫിന്റെ മുകളിലേക്ക് കയറുന്നു. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ തത്തി അങ്ങോട്ട് പറന്നു വന്നിട്ടുണ്ട്. അത് ആ വെള്ളത്തിലൊരു പാത്രത്തിൽ ഇരിക്കുകയാണ്. കൂടുതൽ സമയം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഷാർക്ക് അതിനെ പിടിക്കും എന്ന് പ്രീച്ചറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആ തത്തയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ സ്രാവ് മുകളിലേക്ക് ഉയരുന്നു. അതിനുശേഷം വേഗം തന്നെ ആ തത്തയെ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഷെൽഫും മറിഞ്ഞവൻ താഴേക്ക് വീഴുന്നു. അവന്റെ തത്തയെ പിടിച്ചതുകൊണ്ട് തന്നെ അവനാകെ ദേഷ്യത്തിൽ നിൽക്കാണ്. അവിടെ മൊത്തം ഗ്യാസ് പരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവന്റെ ലൈറ്റർ എടുത്ത് ആ സ്രാവിന് നേരെ എറിയുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. അതിൽപ്പെട്ട് ആ സ്രാവ് ചത്തുപോകുന്നു. ഇനി 2 സ്രാവുകളാണ് ബാക്കിയുള്ളത്. ഇതേ സമയം തന്നെ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കാണ് ഫ്രാങ്ക്ലിനും കൂട്ടരും. ഫ്രാങ്ക്ലിൻ നിൽക്കുന്നത് അവിടുത്തെ ഒരു പൂളിന്റെ തൊട്ടടുത്താണ്. അവിടെ നിന്നിട്ടാണ് അയാൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു സ്രാവ് മുകളിലേക്ക് പൊങ്ങി വരുന്നു. അതിനുശേഷം അയാളെയും കടിച്ചെടുത്തോണ്ട് താഴേക്ക് പോകുന്നു. അതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കാണ് ബാക്കി എല്ലാവരും. അങ്ങനെ ആ സ്രാവും മറ്റൊരു സ്രാവും കൂടെ വളരെ പെട്ടെന്ന് തന്നെ അയാളെ തിന്നുകളയുന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ അവിടുത്തെ കോണി വഴി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമാണെങ്കിൽ താഴെ നിന്ന് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുറെ കയറി മുകളിലെത്തുമ്പോൾ പെട്ടെന്ന് കൈവിട്ട് ജെനീസ് താഴേക്ക് വീണു പോകുന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി കാർട്ടർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവന്റെ കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൾ താഴേക്ക് താഴ്ന്നു പോകുന്നു. അത് ആ സ്രാവ് തന്നെയായിരുന്നു. താഴേക്ക് പോയ ഉടനെ തന്നെ ആ സ്രാവ് അവളെയും കൊണ്ട് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അത് കാണുന്ന കാർട്ടർ ആണെങ്കിൽ വീണ്ടും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ സ്രാവ് അവളെയും കടിച്ചോണ്ട് താഴേക്ക് പോകുന്നു. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് അവരെല്ലാവരും. ഈ സമയത്താണ് മുകളിലൂടെ പ്രീച്ചർ വരുന്നത്. അവനെ കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ അവന്റെ സഹായത്തോടെ അവർ വേഗം മുകളിലേക്ക് കയറുന്നു. അങ്ങനെ സൂസനെയും പ്രീച്ചറിനെയും ഒരു റൂമിന്റെ അകത്താക്കി കാർട്ടറും ടോമും കൂടെ താഴെയുള്ള കൺട്രോൾ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേഴ്സിലെ വെള്ളം മൊത്തം ഡ്രെയിൻ ആവും. അങ്ങനെ അത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി ആ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് കാർട്ടറും ടോമും അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് നീന്തി അവർ ആ സ്വിച്ചിന്റെ അടുത്തെത്തുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ ആ സ്വിച്ച് ഓൺ ആക്കുന്നു. പെട്ടെന്നാണ് ഒരു ഷാർക്ക് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ടോമിനെയും കടിച്ചെടുത്തോണ്ട് പോകുന്നു. അത് കാണുന്ന കാർട്ടർ ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് നീന്താൻ തുടങ്ങി. ഈ സമയം ആവുമ്പോഴേക്കും ആ ഷാർക്ക് ആണെങ്കിൽ ടോമിന്റെ പകുതി ഭാഗം തിന്നു കഴിഞ്ഞിരുന്നു. അതിനുശേഷം അത് കാർട്ടറിന്റെ നേരെ പോകാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട് ആ ഷാർക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ നേരെ ആ വെള്ളത്തിന്റെ മുകളിലേക്ക് ചെല്ലുന്നു. ഈ സമയം ആവുമ്പോഴേക്കും പ്രീച്ചർ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ സഹായത്തോടെ കാർട്ടർ വേഗം മുകളിലേക്ക് കയറുന്നു. ഇതേ സമയം തന്നെ തന്റെ റിസർച്ച് പേപ്പേഴ്സ് എടുക്കാൻ വേണ്ടി അവളുടെ ലാബിലേക്ക് ചെന്നിരിക്കുകയാണ് സൂസൻ. ആ പേപ്പറൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ ഷാർക്ക് അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കാണുന്ന അവൾ അവിടെയുള്ള ഒരു മേശപ്പുറത്തേക്ക് കയറി നിൽക്കുന്നു. ആ ഷാർക്ക് ആണെങ്കിൽ അവളുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അതിനെ കൊല്ലാതെ അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ വേഗം അവളുടെ ഡ്രസ്സ് എല്ലാം അഴിച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം അവിടുത്തെ ഇലക്ട്രിക്കൽ വയർ എല്ലാം എടുത്ത് ആ സ്രാവിന്റെ വായക്ക് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ശക്തമായ ഷോക്കേറ്റ് ആ സ്രാവ് ചത്തുപോകുന്നു. അത് ചത്തതുകൊണ്ട് തന്നെ ആകെ ആശ്വാസത്തിലിരിക്കുകയാണ് സൂസൻ. അങ്ങനെ 2 സ്രാവുകൾ ചത്തു. ഇനി ഒരെണ്ണം കൂടെയാണ് ബാക്കിയുള്ളത്. കുറച്ചു സമയം അവിടെ ഇരുന്നതിന് ശേഷം അവൾ വേഗം തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി അധിക സമയം അവർക്ക് അവിടെ തുടരാൻ സാധിക്കത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവർ മുകളിലേക്ക് നീന്താൻ തുടങ്ങി. അതിനിടയിൽ ആ സ്രാവ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടാണ് അവർ മുകളിലേക്ക് നീന്തുന്നത്. അങ്ങനെ അവരെല്ലാവരും മുകളിലെത്തി. പെട്ടെന്നാണ് ആ സ്രാവ് വന്ന് പ്രീച്ചറിനെ പിടിച്ചോണ്ട് പോകുന്നത്. അത് വളരെ വേഗത്തിൽ അവനെയും കൊണ്ട് മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കാലിലാണ് അത് കടിച്ചിരിക്കുന്നത്. പക്ഷെ പ്രീച്ചർ വിട്ടുകൊടുക്കുന്നില്ല. അവന്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു. അവൻ അത് വെച്ച് ആ സ്രാവിനെ കുത്താൻ തുടങ്ങി. പക്ഷെ എത്ര കുത്തിയിട്ടും അത് പിടിവിടുന്നില്ല. അത് കാണുമ്പോൾ അവൻ ആ കുരിശു വെച്ച് അതിന്റെ കണ്ണിനൊരു കുത്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ കണ്ണ് പൊട്ടിപ്പോകുന്നു. ഈ സമയം ആ സ്രാവ് പ്രീച്ചറിന്റെ പിടിവിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. അത് പോയത് കാണുമ്പോൾ കാർട്ടർ വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെയും കൊണ്ട് മുകളിലേക്ക് കയറുന്നു. അങ്ങനെ അവരെല്ലാവരും സേഫ് ആയിട്ട് മുകളിലെത്തി. ഇനി ആ സ്രാവിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അതിനെ കൊല്ലാൻ വേണ്ടി കാർട്ടർ വേഗം അവിടെ ഒരു ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതിൽ നിന്നൊരു വയറെടുത്ത് ഒരു അമ്പിൽ ഘടിപ്പിക്കുന്നു. അങ്ങനെ ആ ഷൂട്ടറൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം അവൻ ആ സ്രാവിന് ഉന്നം വെക്കാൻ തുടങ്ങി. പക്ഷെ അവൻ വിചാരിച്ച പോലെ ആ സ്രാവ് അവന്റെ അടുത്തല്ല നിൽക്കുന്നത്. അത് വളരെ ദൂരത്താണ്. അതുകൊണ്ട് തന്നെ അവന് കറക്റ്റായിട്ട് ഒരു ഉന്നം കിട്ടുന്നില്ല. അത് മനസ്സിലാക്കുമ്പോൾ ആ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് സൂസൻ വേഗം അവളുടെ കൈ മുറിക്കുന്നു. ആ ബ്ലഡ് വെച്ച് ആ സ്രാവിനെ ആകർഷിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആ മുറിഞ്ഞ കൈയായിട്ട് അവൾ വേഗം കടലിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം അവൾ ആ സ്രാവിനെ ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ സ്രാവ് അവളുടെ അടുത്തേക്ക് വരുന്നു. അത് കാണുന്ന അവൾ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ വെച്ചിരിക്കുന്ന പിടിയെല്ലാം പൊട്ടി താഴേക്ക് വീഴുന്നു. അവൾക്കിപ്പോ മുകളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഈ സമയം അവൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കാർട്ടർ വേഗം കടലിലേക്ക് ചാടുന്നു. പക്ഷെ അവൻ അവളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ആ സ്രാവ് അവളെയും പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അവളെ തിന്ന ശേഷം ആ സ്രാവ് കാർട്ടറിന്റെ നേരെ വരാൻ തുടങ്ങി. അത് കാണുന്ന അവൻ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ സ്രാവിന്റെ മുകളിലേക്ക് കയറുന്നു. അങ്ങനെ ആ സ്രാവ് ആണെങ്കിൽ അവനെയും കൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പ്രീച്ചർ ആണെങ്കിൽ ആ ഷൂട്ടർ കയ്യിലെടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ കാർട്ടർ അവനോട് ഷൂട്ട് ചെയ്യാൻ വിളിച്ചു പറയുന്നു. അങ്ങനെ പ്രീച്ചർ പെട്ടെന്ന് തന്നെ അത് ഷൂട്ട് ചെയ്യുന്നു. അത് ആ സ്രാവിന്റെ ചിറകിലാണ് തുളഞ്ഞു കയറുന്നത്. മാത്രമല്ല അത് കാർട്ടറിന്റെ കാലിലേക്കും കയറിയിട്ടുണ്ട്. അവൻ അതിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കുന്നില്ല. എങ്കിലും ആ സ്രാവിനെ കൊല്ലണം എന്ന് തന്നെയാണ് അവന്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ ബാറ്ററി ഓണാക്കാൻ അവൻ വിളിച്ചു പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ പ്രീച്ചർ വേഗം
ബാറ്ററി ഓണാക്കാൻ ചെല്ലുന്നു. അതിനിടയിൽ ആ സ്രാവ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ മുന്നോട്ട് പോയി അവിടുത്തെ വേലിയുടെ അടുത്തെത്തുമ്പോൾ കാർട്ടർ വേഗം ആ വേലിയിൽ ചാടി പിടിക്കുന്നു. അങ്ങനെ അവൻ ആ ഷാർക്കിന്റെ പുറത്തുനിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഷാർക്ക് കുറെ മുന്നിലെത്തുമ്പോഴേക്കും പ്രീച്ചർ ആ ബാറ്ററി ഓണാക്കുന്നു. അതോടൊപ്പം വളരെ ശക്തിയായിട്ട് ആ സ്രാവ് പൊട്ടിത്തെറിക്കുന്നു. പ്രീച്ചർ നോക്കുമ്പോൾ കുറെ ചോര മുകളിലേക്ക് തെറിച്ചു വീഴുന്ന മാത്രമാണ് കാണുന്നത്. അവൻ വിചാരിച്ചിരിക്കുന്നത് കാർട്ടർ മരിച്ചുപോയെന്നാണ്. പക്ഷെ കുറച്ചു സമയം കഴിയുമ്പോൾ കാർട്ടർ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്നു. അത് കാണുമ്പോൾ അവനാകെ ആശ്വാസമായി. അങ്ങനെ അവൻ വേഗം തന്നെ കാർട്ടറിനെയും മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. അങ്ങനെ കുറച്ചു സമയം അവിടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബോട്ട് അങ്ങോട്ട് വരുന്നവർ കാണുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും ആശ്വാസമായി. വളരെ സമാധാനത്തോടെ അവർ രണ്ടുപേരും അവിടെ കിടക്കുന്നു. അപ്പൊ ഇതാണ് ഡീപ് ബ്ലൂ സീ എന്ന സിനിമയുടെ കഥ. എങ്ങനെയുണ്ടായിരുന്ന സിനിമ? കിടിലം പടമല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഇപ്പോഴും വല്ലാതെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലം മൂവിയുടെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.